വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സ്വാഭാവികം റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നവരോട് ഓടിക്കരുത്, ഞാനിവിടെ വ്ളോഗ് എടുക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വേറെ എവിടെയും പോയിട്ട് വ്ളോഗ് എടുക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല. അകത്ത് പോയി കഴിഞ്ഞാൽ ഇത്ര വട്ടമൊന്നുമില്ല എന്ന് വെച്ചാൽ കുറച്ച് ഇർളിമ വരും. ഇവിടെയാണ് കുറച്ചും കൂടെ ഓക്കെ സുഖം എടുക്കാൻ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇൻട്രോ പറയാൻ വിട്ടുപോയതല്ല, ഞാൻ ഇൻട്രോ പറയാൻ വന്നപ്പോഴാണ് റോട്ടിൽ കൂടെ ഈ വണ്ടി പോകുന്ന ഒച്ച. അടുത്ത വണ്ടിയും പോകുന്നുണ്ട്. ഈ വണ്ടിയുടെ ഒക്കെ ഒച്ച നിങ്ങൾ കേൾക്കും, ബിക്കോസ് ഞാൻ മൈക്കില്ലാതെയാണ് വ്ളോഗ് എടുക്കുന്നത്. മൈക്കില്ലാതെ വ്ളോഗ് എടുക്കാനുള്ള പ്രശ്നം എന്നാന്ന് വെച്ചാൽ വഴി കൂടെ പോകുന്ന വണ്ടികൾ, ചില്ലയിൽ കൂടുകൂട്ടിയിരിക്കുന്ന കിളികൾ, ആകാശത്തൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് നടക്കുന്ന വവ്വാലുകൾ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇവരുടെയൊക്കെ ചെറുകടിക്കുന്ന ഒച്ച, എല്ലാ ഒച്ചയും കേൾക്കും. അപ്പോൾ കൈൻഡ്ലി ഇഗ്നോർ. എനിക്ക് മൈക്ക് പോയി എടുത്ത് ഫിറ്റ് ചെയ്ത് അതുവഴി സംസാരിക്കാനുള്ള ഒരു മൂഡില്ല. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഒച്ച കേൾക്കാമല്ലോ, എന്തായാലും കേൾക്കാൻ പറ്റും. അപ്പോൾ പിന്നെ എന്നാ ഉണ്ട് വിശേഷം? കുറേ വീഡിയോ, ലെങ്തി വീഡിയോ എടുത്തിട്ട് കുറച്ചേറെയായി. അല്ലാതെ ഷോർട്സൊക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും, പിന്നെ ഞാൻ ഇങ്ങനെ ഷോർട്സൊക്കെ ഇടുമ്പോഴത്തേനും ഇങ്ങനെ ഞാൻ ഇടുന്ന ഷോർട്സിന് കൊമൻസൊക്കെ പറയുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് ഇട്ട ഷോർട്സ് ഏതാ? ഞാൻ ഇരുമ്പുള്ളിയുടെ അല്ലേ? അതിന് മുന്നേ ഞാൻ ഒരു പൂവ് കാണിച്ചിട്ട് ഇത് ഏത് പൂവാണ്, ഞാൻ ഐ ടി മിഷൻ്റെ ഓഫീസിൽ പപ്പയും ഞാനും കൂടെ പോയപ്പോൾ അവിടെ എനിക്ക് ആ പൂവ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്ന് വെച്ചാൽ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഭയങ്കര സൃഷ്ടി തന്നെയാണ്. പ്രകൃതിയിൽ ഇങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ എന്ത് ഭംഗിയാണ്. അടുത്ത സോളു കേട്ടോ. ഞാനിങ്ങനെ കാവ്യാത്മകമായിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സോളുവിൻ്റെ ഒച്ച, ആ ഫ്ലോ അങ്ങ് പോയി. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം എന്നാന്ന് വെച്ചാൽ പൂവ്. ആ പൂവ് എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ശരിക്കും വെൽവെറ്റ്, നല്ല വെൽവെറ്റിൻ്റെ തുണി ഇങ്ങനെ തുന്നി വെച്ച പോലെ ഇഷ്ടമായി, പെരുത്തിഷ്ടായി. അപ്പോൾ ആ പൂവ് ഏത് പൂവാണ് എനിക്ക് എൻ്റെ പേരറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് അവരെൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ പേരാണ് കോഴിപ്പൂവ്. കമൻറ്റ് ഇട്ടു കോഴിപ്പൂവ്. പക്ഷേ എനിക്കൊന്ന് ആ കോഴിയുടെ മേളത്തെ കിരീടം, ആ പൂവ് അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ടായിരിക്കാം ഞാൻ കോഴിപ്പൂവെന്ന പേര് വന്നത് കേട്ടോ. പക്ഷെ പേരും ആ പൂവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കുറച്ചും കൂടി വേറെ എന്തെങ്കിലും നല്ല പേരുണ്ടാകുമോ അതിന്? വെൽവെറ്റ് പൂന്നോ അങ്ങനെ എന്തെങ്കിലും. കാരണം വെൽവെറ്റിൻ്റെ തുണി കൊണ്ട് തുന്നി വച്ച പോലെയാണ്. എന്തായാലും പാവപ്പൂ, കോഴിപ്പൂ എന്നുള്ളൊരു പേര്. എന്തുകൊണ്ടായിരിക്കും കോഴിപ്പൂ എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക? അതറിയാമോ? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. ഈ പൂ എന്താണെന്ന് കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ഷോർട്സ് പോയി കാണും. ഞാൻ ഐ ടി മിഷൻ്റെ ഓഫീസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഇൻട്രോ കൊടുത്തൊരു സാധനമുണ്ട്, നിങ്ങളത് കാണണം കേട്ടോ, കണ്ടിട്ടില്ലാത്തവർ. പൊതുവേ ഞാനിങ്ങനെ പ്ലാന്റ്സിനോട് ഒക്കെ അങ്ങനെ, ഗാർഡനിങ് എൻ്റെ ഒരു മേഖലയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് പോകും, ഇനിയും വണ്ടികൾ ഇതുവഴി പോകും. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കേൾക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഇങ്ങനത്തെ കുറേ അലർച്ചിലൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ലെങ്തി വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് എന്തോ കുക്കിംഗ് വ്ളോഗ് എന്താണെന്ന് തോന്നുന്നു ഞാൻ എടുത്തതിൽ ലെങ്തി വീഡിയോ. എനിവേസ്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഗാലറിയൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പൊതുവേ ഞാൻ വീഡിയോസ് ലെങ്തി വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കുക്കിംഗ് വ്ളോഗിന് വേണ്ടിയിട്ടുള്ള ഇൻട്രോ ഒക്കെ പറഞ്ഞ് വെച്ച് കുക്കിംഗ് വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെയൊക്കെ കുറച്ച് ഗാലറി, കുറച്ച് വീഡിയോസ് ആയി കഴിയുമ്പോൾ അതിനെല്ലാം കൂടെ ഒന്നിച്ച് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്ത് വ്ളോഗാക്കും. അപ്പം കുറേ വീഡിയോസായി അവിടെ ഇവിടെയൊക്കെ ചതറി കിടക്കും. ഞാൻ വിചാരിച്ചു ഇതെന്തെങ്കിലും ഈ വീഡിയോസ് ഒന്ന് ഞാൻ വ്ളോഗാക്കേണ്ട സമയമായല്ലോ. അപ്പം ഞാൻ കുറച്ചെടുത്ത വീഡിയോസ് നിങ്ങൾ കാണൂ. കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എൻ്റേന്നല്ല, ഈ ചാനൽ കേട്ടോ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ പുതിയതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ ഒരു ബെൽ ഐക്കണുണ്ട്, ക്ലിങ് നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വരും. ഈ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇരുമ്പമ്പുളി നത്തോലി പീര പറ്റിച്ചതാണ്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ അധികമായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിത് കൂട്ടിയിട്ടുണ്ടാവണമല്ലോ അല്ലേ. ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രൂട്ട്സൊന്നും കഴിക്കത്തില്ല, പ്രത്യേകിച്ചും പേരയ്ക്ക എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഫ്രൂട്ടാണ്. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാലേ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് പേരയ്ക്ക കഴിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതിൻ്റെ കുരു ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കും. മീൻസ് എനിക്ക് അതുകൊണ്ട് ആ കുരുവിൻ്റെ കടകട കടിക്കുന്ന സംഭവം ഉള്ളത് കാരണം എനിക്ക് ഇഷ്ടമല്ല പേരയ്ക്ക. പക്ഷെ നമ്മൾ പേരയ്ക്ക കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പേരയ്ക്ക അതാ കഴിക്കുകയാണ്. ഞാൻ പേരയ്ക്ക കഴിക്കുന്ന ഒച്ച കേട്ട് കഴിഞ്ഞാൽ വൻ ശോകമാണ്. അതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്ത്, അതിൻ്റെ ഒറിജിനൽ സൗണ്ട് മ്യൂട്ട് ചെയ്ത്. എൻ്റെ വ്ളോഗ് സ്ഥിരം കാണുന്നവർക്കറിയായിരിക്കും, ഈ ഒരു ഏരിയ കാണുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലോട്ട് രാവിലെ 8 മണിക്കത്തെ ഷിഫ്റ്റിന് ഞാൻ കയറിയ ടൈമിലെടുത്ത ഒരു കുഞ്ഞു വീഡിയോ. സിമ്പിൾ വീഡിയോ എടുക്കും, ഞാൻ വ്ളോഗിലിടും, കുഴപ്പമില്ലല്ലോ. കിളിമാനൂര് നീ സുന്ദരനല്ലേ? ആഹാ, നിന്റെ ഫോട്ടോ അല്ലടാ വീഡിയോ എടുക്കുന്നേ. എടുത്തു. മിസ്റ്റർ മുനീർ ഖാൻ ഫ്രം കിളിമാനൂർ, അദ്ദേഹം ആ മാന്യ വ്യക്തി കൊണ്ടുവന്ന റംബൂട്ടാൻ ഞങ്ങൾ ഫുൾ ഫാമിലി അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കുറച്ച് പുളിയൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ നല്ല മധുരമായിരുന്നു. ഐ ലൈക്ക് റംബൂട്ടാൻ വെരി മച്ച്. താങ്ക് യുടാ, താങ്ക് യു. തോളൂ സൂപ്പർ അല്ലേ? പോക്കറ്റിലായി അവര് എന്തുവരാ നമുക്ക് അവിടെ മാവൊന്നുമില്ല, അത് പച്ചക്കറി കട. ചെമ്മീൻ പൊടി വേണ്ട. അതാ സുന്ദരവിലാസം കൊട്ടാരം. ഇത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം.
ഹായ്, നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോസിൽ പലതും ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വലിയ ലോങ് ഷോട്ട് മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. എനിവേ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.